ഹർഷൻ, കലാശക്കൊട്ട് അതിന്റെ ആവേശ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. എല്ലാ മുന്നണികളും വലിയ ആവേശത്തിൽ തന്നെ ഇത്രയും നാള് പ്രചരണത്തിൽ ഏതു രീതിയിലാണോ ഒരു ആവേശവും മത്സരവും ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഈ ഒരു കലാശക്കൊട്ടിലും കാണാനായിട്ട് സാധിക്കുന്നത്. ആർക്കും മേൽക്കൈ ആർക്കും മുൻകൈ എന്നുള്ളത് അവസാന മണിക്കൂറിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഹർഷന് പറയാനുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? റൈറ്റ്, ഇവിടെ ഇപ്പോൾ കലാശക്കൊട്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതേ ഉള്ളൂ. പക്ഷേ അതായത് വലിയ പ്രകടനമായി തന്നെയാണ് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോർണറിലേക്ക് എല്ലാവരും എത്തുന്നത്, എല്ലാ മുന്നണികളും എത്തുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് തന്നെ പ്രവർത്തകർ ഇവിടെ സംഘടിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഇപ്പോൾ BJP പ്രവർത്തകരാണ്. ഇത് കലാശക്കൊട്ടയായി അവരുടെ ശക്തി പ്രകടനത്തിനൊപ്പം വന്നവരല്ല, അതിനപ്പുറത്ത് ഇവിടെ അണിനിരന്നിരിക്കുന്ന പ്രവർത്തകരാണ് ഇവിടെ ഈ ഭാഗത്ത് അണിചേർന്നിരിക്കുന്നത്. ഇടത്തോട്ട് നോക്കിയാൽ അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാവരും അവിടെ അണിചേർന്നിരിക്കുന്നു. പിന്നിലായിയാണ് LDFന്റെ പ്രവർത്തകർ വരാനിരിക്കുന്നത്. അവരവിടെ നിന്ന് പ്രകടനമായി ശക്തി പ്രകടനമായി വരുന്നതേ ഉള്ളൂ. ഈ കാണുന്ന പ്രവർത്തകരെല്ലാം ശക്തി പ്രകടനമായി ഇവിടെ എത്തിച്ചേർന്നവരല്ല, അതിനു മുമ്പ് തന്നെ ഇവിടെ ഈ കലാശക്കൊട്ടിനായി എത്തിച്ചേർന്നവരാണ്. വലിയ ആവേശത്തോടെ ഇവിടെ ആളുകൾ അണിനിരന്നിരിക്കുന്നു. തീർച്ചയായും ഒരു ത്രികോണ മത്സരം എന്നത് നിസ്സംശയം പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവസാന ഘട്ടമാകുമ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ആളുകളോടെല്ലാം സംസാരിക്കുമ്പോൾ ഒരു സംശയവുമില്ലാത്ത ത്രികോണ മത്സരം എന്ന് പറയുന്നു. മൈക്കിന് മുന്നിൽ അവരവരുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ആവേശത്തോടെ പറയുമ്പോഴും നമ്മളെ പിടിച്ചു നിർത്തി ചോദിക്കുന്നത് ശരിക്കും ഇവിടെ എന്ത് സംഭവിക്കും എന്നാണ്. ആ നിലയ്ക്ക് പ്രവചനാതീതമായ ഒരു മത്സര രംഗം എന്നത് തന്നെയാണ് നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വന്നിരിക്കുന്നത് കൊട്ടിക്കലാശത്തിന് മുമ്പുള്ള ആവേശമാണ്. ആ ആവേശത്തിന്റെ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പോലീസാണെങ്കിൽ വളരെ കൃത്യമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരസ്പരം ഒരു മുന്നണിയുടെയും പ്രവർത്തകർ നേർക്കുനേർ കാണാത്ത തരത്തിലാണ് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോർണറിൽ ആളുകളെ അണിനിരത്തിയിരിക്കുന്നത്, വിവിധ രാഷ്ട്രീയ പ്രവർത്തകരെ അണിനിരത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ത്രികോണ മത്സരത്തിന്റെ ആ ചൂട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഒരു തരത്തിലുമുള്ള ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാവരുത് എന്ന തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഇവിടെ ഓരോ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾ വന്ന് സംഘടിക്കുമ്പോൾ ആളുകൾ തിങ്ങി നിറയാനുള്ള സാധ്യത കണക്കിലെടുത്ത് അതിനനുസരിച്ച് ബാരിക്കേഡുകൾ തീർക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ സ്ഥിരമായി റോഡിലുണ്ടായിരുന്ന ബാരിക്കേഡൊക്കെ കൂടി എടുത്ത് അവർ പ്രത്യേകം പുതിയ ബാരിക്കേഡായി അവിടെ നിരത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയതാണ്. പക്ഷേ ഇക്കുറി ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇടതുമുന്നണിക്കും കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ ആ വാശി പരമാവധി അങ്ങോട്ട് മുറുകിയത് എന്നതാണ് വാസ്തവം. ഒപ്പം കൃഷ്ണകുമാർ ഈ നാട്ടുകാരനാണ്. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വേണ്ടി വോട്ട് വർദ്ധിപ്പിച്ച ചരിത്രമാണ് കൃഷ്ണകുമാറിനുള്ളത്. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇവിടെ വലിയൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. കാരണം നാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ആവേശം BJP പ്രവർത്തകരിൽ നമുക്ക് പ്രകടമായി ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഈ BJP പ്രവർത്തകരാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ സംഘടിച്ചെത്തിയിട്ട് ഇവിടെ ഇപ്പോൾ ഈ ആവേശ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും കൊട്ടിക്കലാശത്തിന്റെ ആ ശക്തി പ്രകടനത്തിനൊപ്പം ഇവിടെ എത്തിച്ചേർന്നവരല്ല, അതിനു മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ആ ആവേശ പ്രകടനം കാഴ്ചവെക്കുന്നവരാണ്. ഇപ്പോൾ BJPയുടെ പ്രവർത്തകരാണ് ഇവിടെ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ അവരുടെ ഒരു ആവേശവും ശക്തി പ്രകടനവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ സന്ദീപ് ആര്യയുടെ കൊഴിഞ്ഞുപോൾ കണക്കുള്ള വിഷയങ്ങൾ BJPയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തി പ്രകടനത്തിന് ആൾ കുറഞ്ഞു എന്നത് തന്നെ, കൊട്ടിക്കലാശത്തിലെ ശക്തി പ്രകടനത്തിന് ആൾ കുറഞ്ഞു എന്നത് തന്നെ അവർക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ പരമാവധി ആളുകളെ അണിനിരത്താനുള്ള തീരുമാനം BJP സ്വീകരിച്ചിട്ടുണ്ട്. അവരും അവരുടെ ഒരു ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ആളുകളെ ഇവിടെ ചേർന്ന ഇതിനെതിരെ ആദ്യം സമരം നടത്തിയത്, ആദ്യം പ്രതിഷേധിച്ചത്, ആദ്യം കണ്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള പ്രവർത്തകർ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ അണിനിരന്നിരിക്കുന്നു എന്ന കൗതുകകരമായ സാഹചര്യവുമുണ്ട്. അങ്ങനെ ശക്തമായ ഒരു മത്സര ചൂടിലേക്ക് പാലക്കാട് എത്തിയിരിക്കുന്നു. പാലക്കാട് വലിയ ചൂടുണ്ട്. അതുമാത്രമല്ല, തീർച്ചയായും ഈ പാലക്കാടൻ കാറ്റ് അടിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ആ പാലക്കാടൻ കാറ്റും അടിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ ആവേശത്തോടെയുള്ള ഒരു ശക്തി പ്രകടനത്തിലേക്ക് ഇപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് കാഴ്ചകളിൽ ഈ പറയുന്ന കണ്ട് സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ ഈ നാട്ടുകാരല്ല എന്നുള്ള കൗതുകമാണ് പ്രധാനപ്പെട്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്ന ആളുകളെല്ലാം അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ള സനീഷും പ്രസാദും ലിജോയും ഒക്കെ ഇവിടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് നമ്മളിവിടെ
വിചാരിച്ചു, അടി പൊട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ വലിയ ആവേശം ആളുകളിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. സാധാരണ ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആളുകൾ വരുന്നതാണ്, അതുപോലെ അതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇത്തവണ വന്നിട്ടുള്ളതെന്നാണ് അതിന്. നമ്മളിപ്പോ നിൽക്കുന്നത് അത് അവരുടെ സ്നേഹം കൊണ്ടുള്ള ഉറപ്പാണ്, അഹങ്കാരം കൊണ്ടല്ല. ഒരു കുത്തൊഴുക്ക് ഈ പ്രദേശത്തേക്കുണ്ട് എന്നതാണ്. ലിജോ, പോലീസ് നല്ല ഒരുക്കത്തിലാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇഷ്ടംപോലെ പോലീസുകാരെ ഇറക്കിയിട്ടുണ്ട്, എല്ലാവിധ സന്നാഹങ്ങളുണ്ട്, വരുന്നുണ്ട്. നമ്മുടെ ടിയർ ഗ്യാസ് അടക്കമുള്ള എല്ലാ സാധനം അവർ പേടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സംവിധാനം എല്ലാം ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ BJP നല്ല സെറ്റായിട്ട് അവരുടെ ഇവിടെയുണ്ട്, അവർ പുറകിൽ നിന്ന് വരുന്നുണ്ട്. ഇവിടെ വരുന്നുള്ളത് കൂടുതലും കേരളത്തിന് വിവിധ ജില്ലകളിലൊന്നുമല്ല, പാലക്കാട് നിന്നുള്ളവരെക്കാൾ കൂടുതൽ പുറത്തുനിന്നുള്ളവരാണ്. പക്ഷേ UDF കേന്ദ്രവും അവിടെ സജീവമാണ്. ലെഫ്റ്റിന്റെ ആളുകൾ ഒരു കുറച്ചും കൂടെ കമ്പൈൻഡ് ആയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. ഈ ലെഫ്റ്റിന്റെ വിഷ്വൽ ഇല്ല ഇവിടെ, അതായത് ഇവിടുത്തെ BJP കാണാം, അവിടെ ഇഷ്ടംപോലെ UDF വരുന്നതേ ഉള്ളൂ, അവർ സംഘടിച്ച് അവിടുന്ന് പുറത്തു. പക്ഷേ ഈ വിഷ്വൽ ഇവിടെ ഇല്ല. അവര് ഒരല്പം വൈകിട്ടേ വരും, അവർ വൈകി ഈ ഭാഗത്തേക്ക് വരും. ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ത്രികോണ മത്സരത്തിന്റെ ദൃശ്യം കാണണമെങ്കിൽ ഇവർ 3 പേരും കൂടെ വരണം. ഇവിടെ ഇപ്പൊ 2 പേരേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫ്രെയിമിൽ എല്ലാം ഉണ്ട്. അതായത് അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ആ വിഷ്വൽ നമ്മുടെ ഫ്രെയിമിലുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് NDAയുടെയും UDFന്റെ ആൾക്കാരെയാണ്. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മത്സരം നമ്മുടെ മാധ്യമപ്രവർത്തകർ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. അതല്ല, ഇത് മൈക്ക് വെക്കാൻ 2 കാര്യമാണ്. ഒന്നുകിൽ മൈക്ക് വെക്കുന്നത് പുറത്തുള്ള ആളുകൾക്കായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനായിരിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ തലമുതിർന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും, അത് തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ സ്റ്റുഡിയോയുള്ള മുഴുവൻ മാധ്യമപ്രവർത്തകരും ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. നിങ്ങളുണ്ട് എന്ന് പ്രസാദ്, ഒരു കാര്യം, ഇവിടെ ഈ ശക്തി പ്രകടനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ പാലക്കാട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തി പ്രകടനത്തിന് BJPക്ക് ആൾ കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു, അല്ലേ? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രശ്നമായിരുന്നു. കാരണം പാർട്ടിയിൽ വലിയ ചർച്ചയായി. ഇത്തവണ റോഡ് ഷോ തുടങ്ങിയ സമയത്ത് തന്നെ അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടി എല്ലാവരും, അതിനും രാഹുൽ മാങ്കൂട്ടത്തിലാണ് അന്ന് ആദ്യം റോഡ് ഷോ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോ എന്ന് പറയുന്നത് അതിഗംഭീരമായി അവർ നടത്തി. അപ്പോൾ തൊട്ടുപുറകെ പിന്നെ LDFന്റെ റാലി നടത്തി, BJP നടത്തി. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ആൾ കുറച്ചാണ്. ഇനിയിപ്പോൾ കൃഷ്ണകുമാർ വേണ്ടി വലിയ ആളുണ്ടാവും. അപ്പം ആൾ കുറഞ്ഞാൽ അതും ചർച്ചയായി മാറും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ അവിടെ ആൾ കുറവ്, ആളുകൾ നോക്കുന്നത് ഇവിടെ ആളുണ്ടെന്നാണ്. ഇപ്പം LDFകാർ ഇത് കേൾക്കുന്നുണ്ട്, ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നുമായിരിക്കും. കാരണം അവർ വിക്ടോറിയ കോളേജിൽ നിന്ന് സംഘടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കൂട്ടർ അവിടുന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു കാര്യം എനിക്ക് തോന്നുന്നത്, വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും ഇനി അതല്ല സീപ്ലെയിൻ ആണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ പിന്നീട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു ശീലം ഇടതുപക്ഷത്തിനുണ്ട്. ഇത്തവണ നമ്മൾ വേണ്ടെന്ന് വെച്ച ഒരു കാര്യമാണ് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് പെട്ടെന്ന് ചുമലമൊക്കെയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഭയമൊന്നുമില്ല. മാത്രമല്ല, ഞാനിപ്പോൾ വരുമ്പോൾ രാഹുലിൻ്റെ യാത്രയേക്കാൾ കൂടുതൽ ഞാൻ മറ്റ് 2 സ്ഥാനാർത്ഥികളുടെ യാത്ര എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിച്ചു. സത്യത്തിൽ അത് കണ്ടപ്പോൾ പഴയൊരു ലാലേട്ടൻ സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്. നമ്മുടെ 2 പേരുടെ ശബ്ദം എന്താ ചേട്ടാ ഒരേപോലെ ഇരിക്കുന്നതെന്നും ചോദിച്ചിട്ട് സൈക്കിളെ ഓട്ട് വരും. അതുപോലെ ഇരിക്കുന്നു. 2 പേർക്കും പൊതുവായിട്ട് നമ്മളോടാണ് മത്സരമുള്ളത്. മത്സരം എന്ന് വാക്ക് ഞാൻ പറഞ്ഞെന്നുള്ളൂ, കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു MLA അയാളുടെ മണ്ഡലത്തിൽ എങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിയമസഭയിൽ അയാൾ എങ്ങനെ പെർഫോം ചെയ്യും, അയാൾ എങ്ങനെ ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് എന്തും പറ്റിയ ഇവിടെ നിങ്ങളുടെ ഒരു പോസ്റ്റ് പോകുന്ന ഒരാളാണ് രാഹുൽ എന്ന് പറഞ്ഞ സുഹൃത്ത്. എന്തോ പുറത്ത് അവിടെ പുറത്ത് ഇത്രയും പ്രകടനങ്ങൾ കാഴ്ച ഉണ്ട്. കിറ്റിനുള്ള പകകൾ കിട്ടും. അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്നും തന്നെ കാര്യമായിട്ട് പറയാനുള്ള ഒരു ഇതില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും സ്കോപ്പില്ല, സ്റ്റെതസ്കോപ്പേ ഉള്ളൂ. എന്തോ അയ്യോ, അതൊന്നും ഇപ്പോഴേ പറയാവുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പം നമുക്ക് ഇതിൽ കുറച്ച് സമയം ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തനമാണ്. നടക്കട്ടെ. നമുക്ക് അത് അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. കുട്ടിക്കലാശം അതിൻ്റെ പരകോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഓരോ
ഏരിയയിൽ നിന്നുമുള്ള ആളുകൾ നിലവിൽ കൊട്ടിക്കലാശത്തിൻ്റെ സംഗമവേദിയായിട്ടുള്ള ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളൊരുമിച്ച് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ശക്തി പ്രകടനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ടീം ഹർഷൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഹർഷൻ, എല്ലാവരും ഹർഷനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാനും ചോദിക്കുകയാണ്, എന്ത് നടക്കും? എന്തായാലും രുചീഷ്, അങ്ങനെ നമുക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തും നടക്കും എന്നുള്ളതാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ആളുകളോട് ആരോട് ചോദിച്ചാലും അവരവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കും, ജയിക്കും എന്ന് അവരെല്ലാവരും പറയും. പക്ഷേ അവരെല്ലാവരും അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുക എന്ത് സംഭവിക്കും, ആര് ജയിക്കും എന്നുള്ളത്. അത്രയ്ക്ക് പ്രവചനാതീതമായ ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മൂത്താന്തറ ഭാഗത്തൊക്കെ UDF അങ്ങനെ സ്ഥിരമായി പ്രചാരണത്തിന് പോകാൻ കഴിയുന്ന പ്രദേശമായിരുന്നില്ല. അതുപോലെ ചില പ്രദേശങ്ങളുണ്ട് RSSൻ്റെ ശക്തി കേന്ദ്രങ്ങൾ. പക്ഷേ അവിടെ ഇത്തവണ VD സതീശൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്രചാരണം നടന്നിട്ടുണ്ട്. കൽപ്പാത്തി മേഖലയിൽ ഇടതുമുന്നണി പൂർണ്ണമായി അവഗണിച്ചിരുന്ന പല പ്രദേശങ്ങളുമുണ്ട്. അവിടെ പക്ഷേ കൃത്യമായി ഇത്തവണ പ്രചാരണത്തിന് എത്താൻ അവിടെ സരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൃത്യമായി പ്രചാരണത്തിനെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ നിരവധിയുണ്ട്. അവരുടെ എല്ലാ ഇടയ്ക്ക് കൃത്യമായി പ്രചാരണത്തിനെത്താൻ എല്ലാ മുന്നണികൾക്കും കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രചാരണത്തിൻ്റെ കുറവ് കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമെന്ന് പോലും നമുക്ക് കരുതാൻ കഴിയാത്ത തരത്തിൽ അവരെല്ലായിടത്തും മുക്കിലും മൂലയിലും പ്രചാരണത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പ്രവചനാതീതമാണ് അവസ്ഥ. എല്ലാവരും ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം ഇവിടെ കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞോടെ നമുക്കറിയാം 3859 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ ഇവിടെ വിജയിച്ചത്. ചെറിയ നേരിയ ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരൻ്റെ സാന്നിധ്യം ഇവിടെ BJPക്ക് വലിയ അനുകൂല ഘടകമായിരുന്നു. ആ മട്ടിലുള്ള ഒരു പ്രകടനം നടത്താൻ ഇക്കുറി കഴിയില്ല എന്ന് UDF ഉറച്ച് വിശ്വസിക്കുന്നു. കഴിഞ്ഞ തവണ ഇടതുമുന്നണി വോട്ടുകൾ, ഇടതുമുന്നണിക്ക് പതിവായി പോകുന്ന കുറേ വോട്ടുകൾ കൂടി ഷാഫി പറമ്പിലിന് ലഭിച്ചതുകൊണ്ട് ആണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് ഷാഫി തന്നെ പിന്നീട് നല്ല LDFകാർ എനിക്ക് വോട്ട് ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി അത് സമ്മതിച്ചതാണ്. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു കഴിഞ്ഞ തവണത്തെ ചിത്രമേ ആയിരിക്കില്ല ഇവിടെ എന്നുള്ള കാര്യത്തിൽ ഇത്തവണ എന്തായാലും ഒരു സംശയവുമില്ല രുചീഷ്. കാരണം ഇവിടെ മത്സരിക്കുന്ന കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥി, ഇവിടെ സ്ഥിരമായി അദ്ദേഹം മത്സരിച്ച് വരുന്ന ഒരാളാണ്. മത്സരിച്ച് വരുമ്പോഴൊക്കെ അദ്ദേഹം വോട്ട് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതുമാണ്. അദ്ദേഹം തന്നെ ഇവിടെ ഇത്തവണ മത്സരിക്കുന്നു. പക്ഷേ അത് BJPക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ പുറത്തുപോക്ക് അടക്കമുള്ള വിഷയങ്ങൾ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതെങ്ങനെയാണ് UDFൽ ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ചേർന്നത് കോൺഗ്രസിന് അനുകൂലമായാണോ പ്രതികൂലമായാണോ വന്നു ഭവിക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരിക്കും നമുക്ക് ഉറപ്പിക്കാനാവുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ സ്ഥാനാർത്ഥികളുടെ പ്രകടനം കൊണ്ട്, മുന്നണികളുടെ രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട്, ഇവരുടെ പ്രചാരണ രീതി കൊണ്ടൊക്കെ പ്രവചനാതീതമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ കൊട്ടിക്കലാശത്തിൻ്റെ ശക്തി പ്രകടനത്തിനായി മുഴുവൻ പേരും ഇവിടെ എത്തിച്ചേരും. ഇവിടെ നിൽക്കുന്ന ആളുകൾ, വലിയ ആൾക്കൂട്ടം ഇവിടെ ഓരോ സ്ഥലത്തുമുണ്ട്. നമ്മളിതിപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായും മാധ്യമപ്രവർത്തകർക്കും പോലീസുകാർക്കും മാത്രം നിൽക്കാൻ തക്കവണ്ണം പോലീസ് ഒഴിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ബാക്കി ഈ ഓരോ വഴികൾ, ഈ വന്നു ചേരുന്ന ഈ മൂന്നും കൂടിയ മൂലയിൽ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ബാക്കി 3 റോഡുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഈ 3 വഴികൾ ഓരോരുത്തർക്കായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് UDFന്, ഒന്ന് NDAക്ക്, ഒന്ന് LDFന്, അങ്ങനെ തരംതിരിച്ചിട്ടിരിക്കുകയാണ്. ഈ 3 ഇടത്തേക്കും ഇനി എത്തിച്ചേരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിൽക്കുന്ന ആൾക്കൂട്ടമൊക്കെ ഇവിടെ ശക്തി പ്രകടനത്തിന് മുമ്പ്, കൊട്ടിക്കലാശത്തിന് മുമ്പ് എത്തിച്ചേർന്നിരിക്കുന്നവരാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ലിജോ, ഈ വന്നിരിക്കുന്ന ആൾക്കൂട്ടം സത്യത്തിൽ കൊട്ടിക്കലാശത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവരാണ്. കൊട്ടിക്കലാശത്തിനായി ശക്തി എത്തിച്ചേരുന്നവർ കൂടി എത്തുമ്പോൾ വലിയൊരു ആൾക്കൂട്ടം. ട്രെയിലറേ ഉള്ളൂ, അതിനുശേഷമുള്ള സിനിമ തുടങ്ങാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞ പോലെയാണ്. എല്ലായിടത്തും നേരത്തെ തന്നെ, അതായത് 2 മണിക്ക് മുമ്പ് തന്നെ സംഘടിച്ചിട്ടുള്ള ആളുകളാണ്. അവരവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകിച്ച് NDAയും അതോടൊപ്പം UDF ക്യാമ്പിലും ആളുകളെ കാണാം. അതിൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ലെഫ്റ്റിലെ ആളുകൾ എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് ഒരുമിച്ച് വരാനാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ അവിടുന്ന് ആളുകൾ വരാനുണ്ട്. ആളുകൾ ഏതാണ്ട് പൂർണ്ണമായും ഈ റൗണ്ടിനുള്ളിൽ നിന്ന് ഒഴിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഏത് പാർട്ടിക്കാരാണോ അവരവരുടെ ക്യാമ്പിൽ പോകണം എന്നാണ് പോലീസ് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ പോലീസുകാരൊക്കെ അത് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ അവസാനിപ്പിക്കാൻ അത്രയും വാശിയേറിയ, ഒരുപക്ഷെ പോലീസ് പോലും അങ്ങനെ ആയിരിക്കും കരുതെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അതിനെ വളരെ കൃത്യമായി അവരെന്നെ നോക്കിക്കാണുകയും അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ മുഴുവൻ പോലീസുകാരെ നിറച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് വേറെ പാർട്ടിക്കാർ വരാൻ പാടില്ല എന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഈ കൊട്ടിക്കലാശം എന്നുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം ആ കൊട്ടിക്കലാശം എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കും? ഇത് ഏതാണ്ട് ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിക്കാണുമല്ലോ ആളുകൾ. ഒരു ഈ സാധാരണ വോട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ ധാരണയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ ആടി നിൽക്കുന്ന ആളുകൾ ആൾക്കൂട്ടത്തിൻ്റെ ബലം കണ്ട്
അതായിരിക്കാം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ഒരു ബലവും അവിടുത്തെ ആരവും ആ കളറൊക്കെ കാണുമ്പോൾ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. അതിൽ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും പറയുമല്ലോ, രാഷ്ട്രീയക്കാരുടെ ഒരു ശരീരഭാഷ എങ്ങനെയാണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് കാണിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള പ്രവർത്തകരുടെ ആവേശം ഒരുപക്ഷെ ആളുകളെ ഏറ്റവും ഒടുവിൽ ആടി നിൽക്കുന്ന, ഒരുപക്ഷെ എന്നാ നോക്കാം എന്നുള്ള തരത്തിൽ നിൽക്കുക. നമ്മൾ നേരത്തെ ഒരു ആളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീട്ടിലൊക്കെ ഒരു ചർച്ച ഞങ്ങൾ കണ്ടു കേട്ടോ, അവിടെ മക്കളൊക്കെ സ്കൂളിൽ നിന്നോ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന ആളുകളൊക്കെ പറയുന്നത് അതല്ലായിരിക്കും, ഭയങ്കര ആളുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്താണ്, ഇവർക്ക് കുറവായിരുന്നു, ഇവർക്ക് കൂടുതലായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ വലിയ പ്രകടനം നടത്തുകയും BJP വിജയിക്കും എന്നുള്ള പ്രതീതി അവർ സൃഷ്ടിക്കുകയും ചെയ്തപ്പോഴാണ് LDFന് പതിവായി പോകുന്ന കുറേ വോട്ടുകൾ ഷാഫി പറമ്പലിന് കിട്ടിയത്. അപ്പോൾ ആർക്കാണ് സാധ്യത എന്നത് കണ്ടതിന് ശേഷം വോട്ട് ചെയ്യാനിരിക്കുന്ന വലിയൊരു ശതമാനം വോട്ടർമാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമുക്ക് പറയുന്നത് പോലെ പ്രവചനാതീതമാണ് ഒപ്പത്തിനൊപ്പമുള്ള മത്സരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ സൂക്ഷ്മമായി ഈ അവസാന നിമിഷം കൂടി നിരീക്ഷിക്കുകയായിരിക്കും ആര് ജയിക്കണം. ഇപ്പോൾ ഈ BJP ഒരു കാരണവശാലും ജയിപ്പിക്കരുതെന്ന് കരുതുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവരാർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ അവസാനത്തെ ശക്തി പ്രകടനത്തിന് കൂടി ശേഷമായിരിക്കും. തീർച്ചയായിരിക്കും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ നമ്മളത് കണ്ടതാണ്. ഷാഫി ജയിക്കുന്നത് ഒരുപക്ഷെ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുമ്പോഴാണ്. അപ്പോൾ അതുവരെ 12,000 വോട്ട് വരെ താഴെ നിന്ന് ഇനി, അതായത് ഏതാണ്ട് ന്യൂസ് റൂമുകളിൽ നിന്നൊക്കെ ഇനി ഷാഫിക്ക് ഒരു തിരിച്ചു വരവില്ല എന്ന് പറയുന്നിടത്തു നിന്നാണ് വളരെ കൃത്യമായി അവിടെ നിന്ന് തിരിച്ചു വരികയും ഏതാണ്ട് 3,800 വോട്ടിൽ വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ആളുകളെ സംബന്ധിച്ച് ആരാണ് കുറേ കൂടെ ബെറ്റർ കാൻഡിഡേറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആൾക്കൂട്ടം എവിടെയാണ്, അല്ലെങ്കിൽ വിന്നബിലിറ്റി എന്നതിലേക്ക് ഏറ്റവും ഒടുവിൽ കാണിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അവരുടെ ഒരു കാഴ്ച, ഏറ്റവും അവസാനം കാണിക്കുന്ന അവരുടെ ശക്തി പ്രകടനമാണ് കാണാൻ പോകുന്നത്. അതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും ആടി നിൽക്കുന്നത്. അതായത് ഇതുവരെയും വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാത്ത ആളുകൾ, നേരത്തെ ഹർഷൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഏതാണ്ട് ന്യൂനപക്ഷത്തിനൊക്കെ നല്ല ശതമാനം വോട്ടുള്ള ഒരു സ്ഥലത്ത് അവരത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനമൊക്കെ എടുക്കുന്ന ഒരുപക്ഷെ ഈ അവസാന മണിക്കൂറിലായിരിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്. നിങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്ന ദൃശ്യങ്ങളിൽ എനിക്കത് കാണാൻ കഴിയുന്നില്ല, ഒരു പക്ഷേ സ്ക്രീനിലെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാവും. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശക്തി പ്രകടനമായി ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടാവും. ഇത് പല മേഖലകളായി 3 പ്രദേശങ്ങളിലായി കേന്ദ്രീകരിച്ചിട്ടാണ് 3 മുന്നണികളുടെയും പ്രവർത്തകർ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോർണറിലേക്ക് എത്തിച്ചേരുക. അവരെല്ലാം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ പ്രസാദ് ഈ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന, ഈ മണ്ഡലത്തിൻ്റെ എല്ലാ സ്വഭാവവും അറിയാവുന്ന, ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ വാർത്തകളും ആദ്യം ബ്രേക്ക് ചെയ്ത റിപ്പോർട്ടറാണ്. അപ്പോൾ പ്രസാദ് പറഞ്ഞത് ഇവിടെ ശക്തി പ്രകടനം വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് എന്നാണ്. ഈ ശക്തി പ്രകടനം കണ്ടിട്ടായിരിക്കും വിമർശനങ്ങളൊക്കെ ഉണ്ടാവുക. അതിലൊരു തമിഴ് കൾച്ചറും കൂടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു ആരവം എപ്പോഴും വേണമെന്നുള്ള, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ മൂഡല്ല. പക്ഷെ അത് വേറൊരു കാര്യമാണ്, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഈ ആഘോഷം ഇല്ല. അതെ സത്യം, അതില്ല. പക്ഷെ അവർ ആരവത്തിനോട് ഒരു വലിയ താല്പര്യം പാലക്കാട്ടുകാരും കാണിക്കാറുണ്ട്, കുറേ കൂടെ ഉത്സവത്തിനും. അത് പക്ഷേ വേറൊരു കാര്യമാണ്, ചേലക്കരയിൽ നമ്മൾ കണ്ടത് ഒരു ഉത്സവത്തിന്റെ ആഘോഷമാണ്. കാരണം ചെണ്ടമേളവും ഒരു പൂരത്തിന്റെ ആഘോഷമാണ്. ഇവിടെ വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടലിന്റെ ഒരു സ്വഭാവം ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും. അതെന്നുവെച്ചാൽ 3 മുന്നണിക്കും ഇതിപ്പോൾ കഴിഞ്ഞ തവണ സരിൻ വരുന്നത് വരെ, അല്ലെങ്കിൽ ലെഫ്റ്റ് അത്രത്തോളം പണിയെടുത്താലും അല്ല അങ്ങനെ ഇല്ല എന്ന് ചിന്തിച്ചെടുത്തതാണ് ഒരുപക്ഷെ ഈ തവണ ഇല്ല എന്ന് ആഞ്ഞു പിടിച്ച് നോക്കാമെന്നുള്ള ശ്രമത്തിലേക്കെങ്കിലും എത്തി. അതിൻ്റെതായ ഒരു ശക്തി അവിടെ നിന്നും ലെഫ്റ്റ് കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലായിരിക്കാം അവരുടെ പ്രിപ്പറേഷൻ എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കണ്ണാടിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ആൾക്കൂട്ടമുള്ളത്. അവിടെയൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി 2 മണി ആയപ്പോഴേക്കും അവിടെയുള്ള ആളുകളെ മുഴുവൻ പൂർണ്ണമായും ടൗണിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ നഗരമേഖലയിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലെ ആളുകളെ പരമാവധി നഗരത്തിലേക്ക് എത്തിക്കുക, ആ റോഡ് ഷോയോട് കൂടി തന്നെ അവരിവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ആരവം കേട്ടോടുകയാണ് വീണ്ടും. ഈ ഒരു ആരവം ആഘോഷമായിരിക്കും ഇനി വരുന്ന 2 മണിക്കൂർ, ഒരു 1.25 മണിക്കൂറോളം ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റുള്ളവർ എത്തുന്നേ ഉള്ളൂ. അവർ ആ സ്ഥലത്ത് കൂടി എത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക. ഒരു 5 മണിയോടുകൂടി ഇതൊരു എന്താ പറയുക, പൂരപ്പറമ്പാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതാണ്, ഒരു 5 മണിയോടെ ഇത് ശരിക്കൊരു പൂരപ്പറമ്പായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. പാലക്കാട് മണ്ഡലത്തിൽ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ, അല്ലെങ്കിൽ ഈ മണ്ഡലങ്ങളുടെ ഈ രൂപീകരണത്തിന് ശേഷം ഇതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ആദ്യഘട്ടം മുതൽ 1971 മുതൽ സംഘപരിവാറിന്, അല്ലെങ്കിൽ ജനസംഘത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ആ ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവമുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണിയും കോൺഗ്രസും, അല്ലെങ്കിൽ LDFും UDFും തമ്മിലാണ് എല്ലായ്പ്പോഴും മത്സരം ഉണ്ടാവാറുള്ളത്. പക്ഷേ ആ സാഹചര്യം മാറിയിട്ട് ഇവിടെ ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാഹചര്യം ഇവിടെ നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതും ചരിത്രത്തിൽ ആദ്യമാണ്. ആ നിലയ്ക്ക് വിവിധ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഓരോ മുന്നണികളും നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ ഒരു പെരുക്കമൊക്കെ കേട്ടാൽ നമ്മൾ
നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ സത്യത്തിൽ ഈ മണ്ഡലത്തിൽ അത്രയധികം കുഴപ്പങ്ങൾ കൂടി, പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ ഒരു വന്ന് നോക്കിയാൽ എല്ലാ ഗ്രാമീണ റോഡുകളും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ഇവിടുത്തെ ടൗൺ ഹാൾ ആവട്ടെ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ആവട്ടെ, ഇതൊന്നും വൃത്തിക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം, ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലിജോ, ഇപ്പോൾ അതെ, വലിയ തോതിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള റെപ്രസെൻറ്റേഷൻ അവിടെ വളരെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് പോലീസിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് സുരക്ഷാ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്? വളരെ വൃത്തിയായിട്ട് 3 പേരെ 3 സ്ഥലത്ത് വിന്യസിക്കാനുള്ള ശ്രമങ്ങളാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീരും. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് അറേഞ്ച്മെന്റ്സ് കംപ്ലീറ്റ് ആണ്. അത് നമ്മൾ പറയാൻ പറ്റില്ല. എന്തായാലും ഒരു സംഘർഷം പ്രതീക്ഷിക്കാം അല്ലേ? അതെ. ഒരു കാര്യം കൂടെ, ഈ ഇപ്പോൾ പല ആളുകളെയും ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി, ഇപ്പോൾ പോലീസ് കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലത്താണ് ഏതൊക്കെ പാർട്ടിക്കാരെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പല പുറത്തുനിന്നുള്ള ആളുകളും വന്നിട്ടുണ്ടല്ലോ, പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഓരോ സ്ഥലത്തേക്ക് അങ്ങനെ മാറ്റി വിടാൻ വേണ്ടി പോലീസ് തന്നെ നിൽക്കുകയാണ്. ഒരു കുറേ കൂടെ സൗഹാർദ്ദപരമായിട്ട് ഈ ഒരു ആഘോഷം, ജനാധിപത്യത്തിൻ്റെ ആഘോഷം മുമ്പോട്ട് പോകണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുള്ളത്. നമ്മൾ മീറ്റിംഗ് മുന്നോടിയായിട്ട് വിളിച്ചു കൂട്ടിയതാണ്. അപ്പോൾ എല്ലാ പാർട്ടീസും എഗ്രി ചെയ്ത പ്രകാരം തന്നെയാണ് അവർ നിൽക്കുന്നത്. ഒരു മുഖാമുഖം വരാത്ത തരത്തിൽ പോലീസ് ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതല്ല, അവർ പറഞ്ഞിട്ടുള്ളതാണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം ഈ ലൊക്കേഷൻ തന്നെയായിരുന്നു. ഒരു കുഴപ്പമില്ല പോകും. തീർച്ചയായും അത് തന്നെയാണ്. നല്ല ആവേശത്തോടു കൂടി പ്രവർത്തകരെത്തുന്നു. എന്നാൽ പോലീസ് വളരെ കൃത്യമായി ഭയങ്കര പ്ലാനിങ്ങോട് കൂടി തന്നെ 3 സ്ഥലത്ത്, ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏതാണ്ട് അതെ UDF കുറേ കൂടി സന്നാഹം വളരെ കൃത്യമാക്കി. അവിടെ നിന്ന് പുറത്തുനിന്നുള്ള ആളുകളാണ്. പക്ഷേ എല്ലാ തരം രാഷ്ട്രീയ പാർട്ടിക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ UDF സംഘടനാ സംവിധാനം എന്ന നിലയ്ക്ക് തന്നെ മുഴുവൻ പാർട്ടിക്കാരെ ഇപ്പോൾ നമ്മൾ കാണാൻ RSP ഒന്നും വലിയ പാർട്ടിയൊന്നുമല്ല, പക്ഷേ അതിൻ്റെ അടക്കം കൊടിയൊക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒരു വശത്ത് NDAയും വളരെ സജീവമായ എല്ലാ പാർട്ടിക്കാരും, BDJSും അതോടൊപ്പം തന്നെ BJPയുടെയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. വലിയ ശക്തി പ്രകടനം അവിടെയും കാണിക്കാൻ നിൽക്കുകയാണ്. ഇടതുപക്ഷമാണ് വരാൻ വൈകുന്നത്. അവർ ഒരു വിക്ടോറിയ കോളേജിന് മുൻപിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. ആ തരത്തിലാണ് അവരിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് അതിൽ കൂടുതൽ ഒരുപക്ഷെ ഈ സർക്കിളിനുള്ളിൽ വളരെ കൃത്യമായി പോലീസുകാരെ കൂടി വിന്യസിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരു സൈഡിൽ നിൽക്കുന്നതാണ്. പ്രസാദ്, കാലങ്ങളായി പാലക്കാടുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വാശി കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ? ഉറപ്പായും. കാരണം വാശി മാത്രമല്ല, അത് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം ഇവര് നേരത്തെ നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ വോട്ട് ജയിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിലവിലുള്ള സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായും LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. അപ്പോൾ ഇത്തവണ വിജയിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി വലിയ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സരിൻ സ്ഥാനാർത്ഥിയാകുന്നു. സരിന് വലിയ തോതിലുള്ള പ്രചരണ ക്യാമ്പയിൻ നടക്കുന്നു. LDF പ്രചരണം സാധാരണഗതിയിൽ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ LDFന്റെ പ്രവർത്തകരെത്തി വോട്ട് തേടുന്നു. അതോടൊപ്പം തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. കഴിഞ്ഞ തവണ അവരെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. 3859 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പം ഒരു 2000 വോട്ട് കഴിഞ്ഞ തവണ അധികം പിടിച്ചിരുന്നെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. അപ്പം ഇത്തവണ നല്ലപോലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അടിത്തട്ടിൽ നല്ല RSS ഒക്കെ വലിയ സജീവമായി പ്രവർത്തിക്കും. തുടക്കത്തിൽ അവർക്ക് വലിയ പരാതി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിനോട് വലിയ എതിർപ്പുകൾ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്, BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നത്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി അവർ പറയുന്ന ഒരു അർത്ഥത്തിൽ അത് ഗുണം ചെയ്തു. കാരണം ഏതെങ്കിലും തരത്തിൽ കൃഷ്ണകുമാരോട് വിയോജിപ്പുണ്ടായിരുന്നവർക്ക് ഒന്നിച്ചു നിൽക്കാൻ ഈ സന്ദീപ് വാര്യരുടെ പോക്ക് കാരണമായി എന്നുള്ളതാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒന്ന് ഷാഫി പറമ്പിൽ ഇവിടെ കഴിഞ്ഞ 3 ടേമായുള്ള MLA ആണ്. അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ജനപ്രീതിയാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സർക്കാരിനെതിരെ ഇപ്പോൾ ഒരു 2ാം ടേമിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ്. സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ സർക്കാരിനെതിരെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ LDF ഒരു കാര്യത്തിൽ CPM വിജയിച്ചു എന്ന് പറയാം. കാരണം അത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, തുടക്കം മുതലുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ കുറേ കാലം അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ന് രാവിലെ ഷാഫിയെ കണ്ടപ്പോൾ ഷാഫി പറഞ്ഞത് അത് മീഡിയക്കകത്താണ്, TV വെക്കുമ്പോഴോ അല്ലെങ്കിൽ പത്രം വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വിവാദം കാണുന്നത്. നിങ്ങൾ ജനങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഇവിടുത്തെ ആ റോഡ് എന്തായി, അല്ലെങ്കിൽ ഈ പ്രശ്നം എന്തായി, ഈ പദ്ധതി എന്തായി എന്നാണ് ചോദിക്കുന്നത്. നെൽകർഷകരുടെ പൈസ എന്താണ് കൃത്യമായി കിട്ടാത്തത്,
അതിൻ്റെ സംഭരണം എന്താണ് കൃത്യമായി കിട്ടാത്തത്, അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നു, അത് പറയുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായും വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം നഗരസഭയ്ക്ക് പുറമെ നഗരത്തിൽ BJP ഒന്നാം സ്ഥാനത്താണ്. അവരുടെ വസ്തുതാപരമായി നോക്കിക്കുകയാണെങ്കിൽ 52 വാർഡുകളിൽ 28 എണ്ണത്തിലും BJP ജയിക്കുന്നതാണ്. 10ഓളം വാർഡുകളിൽ വളരെ തൊട്ട് താഴെ നിൽക്കുന്നതാണ്, കോൺഗ്രസിന് തൊട്ട് താഴെ വോട്ട് നിലയിൽ നിൽക്കുന്നത്. പക്ഷേ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ വളരെ ആളുകളുടെ BJPക്ക് വേണ്ടത്ര രീതിയിൽ വളരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ അവർ ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശ്രീധരൻ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്തുകളിൽ മാത്തൂർ, പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളിൽ വോട്ട് വലിയ തോതിൽ കുറഞ്ഞു. അപ്പം പിന്നീട് അവർ ചെയ്തത് വളരെ ചെറിയ അതൊന്നും നമ്മളുടെ ശ്രദ്ധയിലേക്കൊന്നും വരാത്ത തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സമരങ്ങൾ, നെൽകർഷകരുടെ സമരമാവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ റോഡിൻ്റെ വിഷയമാകട്ടെ, അത്തരം വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് അവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പ് BJPക്കാരെല്ലാം അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുകയായിരുന്നു. പിന്നെ പിരായിരി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു പ്രവർത്തനം. പിരായിരി എന്ന് പറയുന്നത് UDFൻ്റെ ഒരു കോട്ടയാണ്. ഇപ്പം പാലക്കാട് നഗരസഭ UDFനും BJPക്കും തുല്യ പ്രാധാന്യമുണ്ട്. പക്ഷേ BJPക്ക് കുറച്ച് എഡ്ജ് കൂടുതലാണ്. പക്ഷേ പിരായിരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാഫിയെ കഴിഞ്ഞ 2 തവണയും വിജയിപ്പിച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത് പിരായിരിയാണ്. ഇവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്നത്തെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് ആദ്യത്തെ 10 റൗണ്ടിൽ പൂർണ്ണമായും ഷാഫി പറമ്പിൽ പരാജയപ്പെട്ടുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഷാഫി ഇത് തോൽക്കാൻ പോകുന്നു. ശ്രീധരൻ വലിയ ലീഡിലേക്ക് വരികയാണ്. 10,000-ൻ്റെ ഒക്കെ ലീഡിലേക്ക് വരുന്ന സമയത്താണ് 11ാമത്തെ റൗണ്ട് മുതൽ അവിടെ നിന്ന് പിരായിരിയിലേക്ക് എണ്ണി തുടങ്ങുമ്പോൾ അവിടെ ലീഡ് കുറഞ്ഞു വരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ UDFകാർ ശ്വാസം വിട്ടു തുടങ്ങിയത്. കാരണം പിരായിരിയിൽ ആണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. 6000 വോട്ടിൻ്റെ അധികം ലീഡ് ആ പഞ്ചായത്തിൽ നിന്നും ഷാഫി പറമ്പിൽ കിട്ടിയതോടുകൂടി വലിയ ഒരു ബ്രേത്ത്, ഒരു ലൈഫ് തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ പിരായിരി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനം LDFും BJPയും നടത്തുന്നുണ്ട്. അവിടെ പൊളിക്കുക എന്നുള്ളതാണ് അവർ. പക്ഷെ അതൊക്കെ നമുക്കിനി വരുന്ന ദിവസങ്ങളിലേക്ക് കാണാൻ കഴിയുള്ളൂ. എന്തായാലും ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് BJPക്ക് നഗരത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ ഈ നഗരസഭയുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ അതൃപ്തിയുള്ള ആളുകൾ ഈ നഗരത്തിൽ ഇപ്പോഴുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി 1 വർഷമേ ഉള്ളൂ. ആ സമയത്തിനിടയിൽ വലിയ തോതിലുള്ള ഒരു വിമർശനം, പ്രത്യേകിച്ച് റോഡുകളുടെയും ഇവിടുത്തെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളും ഉണ്ട്. അതൊരു പക്ഷേ തിരിയാനും സാധ്യതയില്ലേ? അങ്ങനെ ഒരു സാധ്യത കൂടി BJP ഇവിടെ തിരിച്ചടി പ്രതീക്ഷിക്കുന്ന കൂടി ഉണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും? കാരണം ഇപ്പം സംസ്ഥാനത്ത് ഈ LDF സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള 2ാം ടൈം ആണെങ്കിൽ ഇവിടെ BJPയുടെ 2ാം ടൈമാണ്. അതായത് നഗരസഭയിൽ അത് നിൽക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അതൃപ്തികളെല്ലാം ഉണ്ട്. നഗരത്തിലെ ഈ പറയുന്ന പണി തീരാത്ത എത്രയോ കെട്ടിടങ്ങൾ നമുക്ക് ഇന്നലെ കണ്ടതാണ്. ടൗൺ ഹാളിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ, ഇവിടെ സുൽത്താൻപേട്ടയിൽ നിൽക്കുമ്പോൾ, ഇവിടെ നിന്ന് അല്പം മാറിക്കഴിഞ്ഞാൽ അവിടുത്തെയുള്ള കൊമേഴ്സ്യൽ കോംപ്ലക്സ്, അങ്ങനെ അതെല്ലാം പണി പൂർത്തിയാകാതെ കിടക്കുന്നുണ്ട്. അതിനൊക്കെ അവർ പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ്. അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ സ്റ്റേഡിയം ആണെങ്കിൽ ഇവിടെ കായിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ സ്റ്റേഡിയം തുടങ്ങിയത്. പക്ഷേ അതിപ്പോൾ ഒരു എക്സിബിഷൻ സെൻ്ററായി മാറിയിരിക്കുകയാണ്. അതായത് ഓരോ വർഷവും പല എക്സിബിഷൻ നടത്താൻ വേണ്ടി മാത്രം, കായിക മേഖലയ്ക്ക് വലിയ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പം ജനങ്ങളിതെല്ലാം എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് മറ്റ് ചർച്ചകൾ നടക്കുന്ന സമയത്ത് അടിത്തട്ടിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും. പിന്നെ BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഒരു വാശി എന്ന് പറഞ്ഞാൽ സന്ദീപ് വാര്യർ, ഇപ്പം സുരേന്ദ്രനൊക്കെ പറയുന്നത് അവഗണിച്ചു വിട്ടാണ് അവസാനം സന്ദീപ് വാര്യർ അവിടുത്തെ കോൺഗ്രസിലേക്ക് പോകുന്നത്. കോൺഗ്രസിൽ നിന്ന സമയത്ത് അവർക്കും തെളിയിക്കേണ്ടതുണ്ട്. സന്ദീപ് പോയതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വന്നിട്ടില്ല, അവരുടെ വോട്ട് കൂടി എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമായിരിക്കും അവരുടെ ഭാഗത്തുണ്ടാവുക. പ്രത്യേകിച്ച് ഈ മൂത്താന്തറ, വടക്കന്തറ BJPയുടെ വലിയ ശക്തി മേഖലകളിലൊന്നും ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ രാവിലെ കണ്ടപ്പോൾ പറഞ്ഞതും UDF ആണെങ്കിലും LDF ആണെങ്കിലും സാധാരണഗതിയിൽ പോകാത്ത സ്ഥലങ്ങളിൽ ഇത്തവണ കയറി വോട്ട് കയറിയുന്നത് അത് ഒരു രാഷ്ട്രീയ രംഗം അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കൗതുകം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കൗതുകം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ VD സതീശനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ആവേശത്തോടെ അവകാശപ്പെടുന്നത് എനിക്ക് മൂത്താന്തറ അടക്കമുള്ള മറ്റ് പ്രദേശങ്ങളിൽ ഞാൻ 3 റൗണ്ട് പര്യടനം നടത്തി, നമുക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആവേശത്തോടെ പറയുക. ഇപ്പോഴത്തെ സരിനെ നമ്മൾ കാണുന്നത് തന്നെ ഉണ്ടല്ലോ. സരിന് ഷർട്ടൊന്നും ഇടാതെ ഒരു നേരിയതുമൊക്കെ പുതച്ച് ഈ കൽപ്പാത്തി തെരുവുകളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അഗ്രഹാരങ്ങളിൽ കയറുന്നു. ഇതൊന്നും ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളാണ്. അപ്പോൾ ഇതുവരെ അതായത് ഒഴിവാക്കി കിടന്ന പല മുന്നണികളും പ്രചാരണത്തിൽ ഒഴിവാക്കിയിട്ടിരുന്ന പ്രദേശങ്ങളിലേക്ക് അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ മണ്ഡലത്തിൽ ഏറ്റവും കൗതുകരമാണ്. മാത്രമല്ല അതിൽ കുറേ ആളുകൾ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചില്ല, ലിജോ, ഞങ്ങളൊരാളോട് സംസാരിച്ചു. അപ്പോൾ പറയുന്നത് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മൾ കേൾക്കാൻ ഇടയില്ലാത്ത വണ്ണമുള്ള ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ ഇടയില്ലാത്ത വണ്ണമുള്ള സ്വീകാര്യത ഒരു വശത്ത്. അപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFന് കടന്നു കയറാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിലൂടെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെയുള്ള അവരുടെ ഒരു പ്രചാരണം നടക്കുന്നു. അദ്ദേഹം തന്നെ
സന്ദീപ് വാര്യരുടെ കാര്യത്തിലും കമൻറ്റ് തന്നിട്ട് പോയി. സന്ദീപ് വാര്യർ ചെറുപ്പക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറൊരു കമൻറ്റും. ഇത് ആകെപ്പാടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസിംഗ് ആണ്. ഇത് ആരാണ് ഇവിടെ ഇപ്പോൾ അടിത്തറയിൽ ഇറങ്ങി? സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് വരികയാണ്. അവിടെ വെച്ചാണ് ഈ പറയുന്നത് ഞാൻ കോൺഗ്രസ് ആകുന്നു, പിന്നെ നേരത്തെ എടുത്തത് അത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരു മെമ്പർഷിപ്പ് എന്നാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഈ ന്യൂനപക്ഷ ആളുകളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിനകത്ത് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഈ തൊട്ടടുത്തുള്ള കാര്യങ്ങളെ കണ്ടുകൊണ്ടല്ല കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരിക്കലും വോട്ട് ചെയ്യാറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെ വിശദമായി വിലയിരുത്തി. എങ്ങനെയാണ് ഇപ്പോൾ പാലക്കാട് മണ്ഡലം തന്നെ ഉദാഹരണത്തിനെടുത്താൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇടതു മുന്നണിക്ക് കൃത്യമായി വോട്ട് ചെയ്യുന്ന സെക്കുലർ വോട്ടുകൾ കുറേ വോട്ടുകൾ, പിന്നെ മതന്യൂനപക്ഷ വോട്ടുകളിൽ നിന്ന് കുറേയേറെ വോട്ടുകൾ അത് കൃത്യമായി ഷാഫിക്ക് പോയി. അപ്പോൾ അത് BJP ഇവിടെ വിജയിക്കാൻ പാടില്ല എന്നുള്ള വിശാലമായ ഒരു ആലോചനയുടെയൊക്കെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഒരു വോട്ട് ചെയ്യുന്നത്. BJP വിട്ടു വന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്ലസ് ആയിട്ട് കാണുന്നത്. ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സന്ദീപ് BJP വിട്ടു വന്നു എന്നുള്ളത് ഒരു തരത്തിൽ പോസിറ്റീവായി കാണും. അതിന് തന്നെയാണ് ഒരു തരത്തിൽ പ്രാമുഖ്യം. കാരണം ഒരു ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയും കാലം പറഞ്ഞ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് അയാൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളത്. വേറൊന്ന്, AK ബാലൻ ഈ സന്ദീപ് വാര്യരെ പരമാവധി പുകഴ്ത്തി കഴിയുകയും ചെയ്തു. നിലപാട് മാറ്റമില്ലാതെ ഒരു പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള ഒരു പഴുതിടാതെ ഏറ്റവും മഹാനായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് സന്ദീപ് വാര്യരെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിച്ചില്ലേ. കാരണം ഇനി ഇതിന് പ്രതിരോധിക്കാൻ നിൽക്കണ്ട, ഇതിനെ വിശദീകരിച്ച് ന്യായീകരിച്ച് കഷ്ടപ്പെടണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് കോൺഗ്രസിനെ കൊണ്ട് ചെന്ന് എത്തിച്ചത്, വഴി എളുപ്പമാക്കി കൊടുത്തത് സത്യത്തിൽ AK ബാലൻ അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളാണ്. അതേസമയം സന്ദീപ് വാര്യർക്ക് ആത്യന്തികമായി ഈ മാനസാന്തരം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അദ്ദേഹത്തെ അപമാനിച്ചു, അദ്ദേഹത്തിനെ വേദിയിൽ കയറ്റി ഇരുത്തിയില്ല എന്നതുകൊണ്ട് കാശ്മീരിലെ പ്രശ്നം പരിഹരിക്കാൻ അവിടെയുള്ള ആളുകളുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചാൽ മതി 3000-4000 എണ്ണത്തിന് എന്ന് പറഞ്ഞ ആൾക്ക് അദ്ദേഹത്തെ വേദിയിൽ കയറ്റിയില്ല എന്നുള്ള പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് മാനസാന്തരം സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹം പ്രഖ്യാപിച്ചത് ശരിയാണ്. ഈ പറയുന്നത് പോലെ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് ഞാനിപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിനെ ഒറ്റയടിക്ക് നമുക്ക് ഏത് തരത്തിൽ അതാണ് വളരെ തന്ത്രപൂർവ്വമാണ് ഇപ്പോൾ CPM നേതൃത്വം അതിനോട് പ്രതികരിക്കുന്നത്. കാരണം ഒരേ സമയം RSS ആയി ഇരുന്നു കൊണ്ട് കോൺഗ്രസ്സുകാരനായി മാറിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്നുള്ള ഒരു വാദത്തിലേക്ക്. അതെ, AK ബാലൻ അതിനെ 2 ദിവസം AK ബാലൻ ആലോചിച്ചിട്ടാണ് അങ്ങനെ ഒരു ന്യായം കണ്ടെത്തിയത്. ശാഖ KPCC ആസ്ഥാനത്ത് തുറന്നു എന്നുള്ളതാണ് ഇന്നലെ. അതായത് RSSുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൃദുഹിന്ദുത്വം എന്നുള്ള തരത്തിലേക്ക്, അതായത് തീവ്ര ഹിന്ദുത്വത്തിൽ നിന്ന് മൃദുഹിന്ദുത്വത്തിലേക്ക് ആളുകൾ വരുന്നു. അതിന് KPCC ആസ്ഥാനത്ത് ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് AK ബാലൻ ഇന്നലെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. പ്രസാദ്, ഒരു കാര്യമുണ്ട്. കേവലം ഒരു വ്യക്തിയുടെ പ്രതികരണത്തെ മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താണ് എന്നുള്ളതിനെ മാത്രം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ. അങ്ങനെയാണ് K സുധാകരന് വോട്ട് ചെയ്യുമോ? ഇന്നലെ ഇപ്പോൾ പറയുകയാണ് കാലത്തുള്ള കേസാണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ RSSന്റെ ശാഖകൾക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ആണെങ്കിലും ആത്യന്തികമായി സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഇവർ വേണം, അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ, ഒരു ദേശീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ K സുധാകരൻ പറയുന്ന ഒരൊറ്റ പോയിന്റ് മാത്രം എടുത്തു വെച്ചിട്ട് അവർ വോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് സന്ദീപ് വാര്യർ അവിടെ നിന്ന് വന്നു, അത്രയും വിഷം തുപ്പുന്ന ഒരാൾ അവിടെ ഒഴിവായല്ലോ എന്നുള്ള ആശ്വാസം ചിലപ്പോൾ വേറൊരു തരത്തിൽ മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘടകം. ആത്യന്തികമായി കേരളത്തിലെ മുസ്ലിം വോട്ടർമാർ 99% സംഘപരിവാർ വിരുദ്ധരാണ്. സംഘപരിവാറിനെതിരെയാണ് അവരുടെ നിലപാടുകൾ. അതിനെ മാത്രമാണ് അവർ പ്രധാനമായും പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ചാണ് അവരുടെ വോട്ട് വീഴുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത് ഈ കേവലമുള്ള ഒരൊറ്റ പറച്ചിലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ, ബാബറി മസ്ജിദ് അടക്കമുള്ള വിഷയത്തെ ഇപ്പോൾ ഇദ്ദേഹം പ്രയോഗിച്ചത്, K സുധാകരൻ പ്രയോഗിച്ചത്, ഇതൊന്നും അവരുടെ ഇടയിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. അവർ വിശാലമായ അർത്ഥത്തിൽ ഇതിനെ കാണാൻ സാധിക്കും. അതോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പാണക്കാട് തങ്ങളെ, അതായത് സാദിഖലി തങ്ങളെ വളരെ രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. ഇതിപ്പം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ആ ഒരു വിമർശനം LDFന് കിട്ടേണ്ട കുറച്ച് വോട്ടെങ്കിലും നഷ്ടപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ടോ?
അല്ല, ആ വിമർശനത്തെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിമർശനമായാണ് കാണുന്നത്. പ്രാദേശികമായി തീർച്ചയായും അതിന്, കാരണം ആത്യന്തികമായി മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, മുസ്ലിം വോട്ടർമാർക്കിടയിൽ, അല്ലെങ്കിൽ മുസ്ലിം പൊളിറ്റിക്സ് സംസാരിക്കുന്നവർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ SDP-യുടെ പൊളിറ്റിക്സിലേക്ക് മുസ്ലിം ലീഗിനെ തങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത്, ആത്യന്തികമായി മുസ്ലിം ലീഗിന്റെ നേതാവാണ് പാണക്കാട് തങ്ങൾ. പാണക്കാട് തങ്ങൾ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, പാണക്കാട് തങ്ങൾ മുമ്പ് ഹൈദരാലി തങ്ങൾ ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പ് ശിഹാബ് തങ്ങൾ ഇരുന്നപ്പോഴോ ഒന്നും നേരിട്ട് വ്യക്തികളെ ആക്രമിക്കുന്ന തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞിരുന്നില്ല. പക്ഷേ കാരണം അവരൊക്കെ ഒരു ആത്മീയ ഉന്നതിയിലിരിക്കുന്നു എന്ന മട്ടിലാണ് കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്തിരുന്നത്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ കൂടി നേരിടേണ്ടി വരും. ആര്യാടൻ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് തങ്ങളെ വേണ്ടി വന്നാൽ വിമർശിക്കും. അതെ, ആര്യാടനും പറഞ്ഞിട്ടുള്ളതാണ് പാണക്കാട് തങ്ങളെ വിമർശിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഈ നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തിലേക്ക് തങ്ങൾ തന്നെ ഈ സുന്നി സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനം. അതിൽ ഒരു പരിധിവരെ അതിനെ ഒറ്റയടിക്കങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാഗിയ സോഫിയ വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ തങ്ങളുടെ പരാമർശം സ്വാഭാവികമായും ആ മുസ്ലിം പൊളിറ്റിക്സിനെ, ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിനെ എൻഡോഴ്സ് ചെയ്യുന്നതായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ വിമർശനം ഉണ്ടാവും. അല്ലെങ്കിൽ തങ്ങൾ പിണറായിയെ വിമർശിക്കാം, പക്ഷേ തിരിച്ച് തങ്ങളെ വിമർശിക്കാനാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാഷ്ട്രീയ കേരളത്തിൽ അത് സാധ്യമാണെന്നുള്ളതാണ്. അതിനകത്ത് നിൽക്കാൻ സാധ്യതയില്ല. അതായത് ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചിലപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ പൊളിറ്റിക്കലി CPM-നെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമാണ്. വിമർശനം തന്നെ അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായുള്ള ഒരു സാധ്യത അവിടെ CPM കാണുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത. കാരണം ഈ പൊളിറ്റിക്സ് ആത്യന്തികമായി പറഞ്ഞു പോകണം. P. ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ സൂക്ഷ്മമായി ഈ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ SDP-യുടെ പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇതെല്ലാം പറയുമ്പോഴും എന്താണ്, ലീഗ് എന്നത് ഒരു മതേതര ജനാധിപത്യ പ്രസ്ഥാനമാണ്. ലീഗിനെ എങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്താണ് വിമർശനം വരുമ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നതാണ്, വിമർശിച്ചു എന്നതുകൊണ്ട് അപ്പോൾ അതിനെ വർഗീയമായി അതിനെ കണക്കാക്കാൻ കഴിയുന്നു. ഇപ്പോൾ M. ഷാജിയുടെ ലേഖനത്തെ, ചന്ദ്രികയുടെ ലേഖനത്തെയൊക്കെ പ്രതിരോധിക്കാൻ MP ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുന്നത് ആ നിലയ്ക്ക് പറഞ്ഞുകൊണ്ടാണ്. കാരണം വിമർശിക്കുമ്പോൾ അത് വർഗീയമായി പറയരുതെന്ന്. പക്ഷേ മണ്ഡലത്തിൽ അതെങ്ങനെയാവും പ്രതിഫലിക്കാനുള്ളത്? അതായത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന ഒരു അങ്കലാപ്പിനെ മറികടക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ തക്കവണ്ണമുള്ള ഒരു കമൻ്റാണ് ഈ പറഞ്ഞ തങ്ങൾക്കെതിരെയുള്ള വിമർശനം എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്നതുമാണ്. ലിജോ, ഇപ്പം നമ്മളിപ്പം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്ടോബർ 15-ന് പ്രധാനമായും വിജ്ഞാപനം വരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഒരു വിവാദം നിന്നിട്ടില്ല. അത്രയേറെയാണ്. ഒരു വിവാദം വരുന്നു, അത് ഫ്രഷ് വേറെ വിവാദം വരുന്നു. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇതിനെ സ്വാധീനിക്കപ്പെടുക? ഇന്ന് രാവിലെ ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ ഇവിടെ മണ്ഡലത്തിൽ വന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ ഇതിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലാവുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഓളത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഓരോ ദിവസം ഇത് മാറി മാറി വരുമ്പോൾ പോലും ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ വേറെയും ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ പോലും അതിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് കുറേ വിഷയങ്ങൾ ആദ്യം മാറ്റി നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. UDF കഴിഞ്ഞ കുറേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരുടെ അജണ്ട സെറ്റ് ചെയ്ത് അതിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ ഇത്തവണ അത് അതിൽ നിന്ന് പാളി. പക്ഷേ പെട്ടി വിവാദം മുതൽ വളരെ കൃത്യമായി തിരിച്ച്, അതായത് ഒരു എന്താ പറയുക, നമ്മുടെ ഇൻ്റർവെൽ കഴിഞ്ഞാൽ, ഒരു സിനിമയുടെ ഇൻ്റർവെല്ലിൻ്റെ കഴിഞ്ഞ് അടുത്ത ഓപ്പണിംഗ് തുടങ്ങുന്നത്, സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിൽ UDF വിജയിച്ചു എന്നുള്ളതാണ്. പെട്ടി വിവാദം മുതൽ അവരുടെ കയ്യിലേക്ക് അത് ഗ്രിപ്പ് വന്നു തുടങ്ങി നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി തുടങ്ങി. ഏറ്റവും ഒടുവിലായ ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള പഞ്ച് എന്ന് പറയുന്ന അവസാനത്തെ 15 മിനിറ്റ്സ് എന്നൊക്കെ നമ്മൾ സിനിമയെക്കുറിച്ച് പറയുന്നത് പോലെ അവിടെ വളരെ കൃത്യമായി ഒരു എൻട്രി ഉണ്ടാവുകയാണ്. അത് സന്ദീപ് വാര്യരെയാണ്. നമുക്ക് കുറേ സിനിമാ രംഗങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് ഈ ലാസ്റ്റ് ഈ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിലുണ്ട്, ഏറ്റവും വില്ലനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, വില്ലൻ ഒപ്പം നടക്കുന്ന ആളാണ് വില്ലൻ എന്ന് അറിഞ്ഞ ശേഷം പറയുന്ന ഡയലോഗുണ്ട്. അതുപോലെ അതെ ഓരോ തവണയും ആ തരത്തിലൊരു വളരെ കൃത്യമായി ഈ അവസാന സമയമായപ്പോഴേക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഈ തിരക്കഥയിൽ ഇടപെടാൻ VD സതീശനും സംഘത്തിനും കഴിഞ്ഞു എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിൽ തന്നെ നമ്മൾ സന്ദീപ് വാര്യരുടെ കാര്യം പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് ഇമ്പാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മൂത്താൻ സമുദായത്തിൻ്റെ വിഷയം പറയുന്നത്, സന്ദീപ് വാര്യരുടെ അമ്മ മൂത്താൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. അവിടെ അവർക്ക് തറവാടുണ്ട്. ആ തറവാടുമായി ചുറ്റപ്പെട്ട് അവർക്ക് ഒരുപാട് വീടുകളും അത്തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധം സന്ദീപ് വാര്യർക്ക് അവിടെ ഉണ്ട്. ആ വോട്ടുകൾ അത് വളരെ കൃത്യമായി UDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിനാണോ?
സ്വാഭാവികമായ ഒരു കേഡർ സംവിധാനത്തിലുള്ള RS സംവിധാനത്തിലുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ സന്ദീപ് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ അപ്പോൾ പോലും അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഉണ്ടാക്കാൻ കഴിയുന്നു. ഈ തവണത്തെ ഉപതെരഞ്ഞെടുപ്പിലുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോങ് ടേമിൽ ഒരു പക്ഷേ ഇവിടെ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനൊക്കെ നഗരത്തിലും അല്ലെങ്കിൽ BJPയുടെ വളരെ ശക്തി കേന്ദ്രങ്ങളിലും നേരെ തിരിച്ചും ഒക്കെ ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അത് ഈ നമ്മുടെ അഗ്രഹാരങ്ങളിലായാലും അത് മൂത്താൻ സമുദായ വിഭാഗത്തിൽപ്പെട്ട അവർ പറഞ്ഞ ആ പ്രദേശങ്ങളിലൊക്കെ ആയാലും അത്തരത്തിൽ കയറാനും പഞ്ചായത്തുകളിലേക്ക് BJPക്ക് കയറാനൊക്കെ കഴിയുന്ന തരത്തിലേക്ക് ഒരു പല തരത്തിലുള്ള രാഷ്ട്രീയ തിരിവുകൾ ഈ മേഖലകളിലൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത്.